ഒരു ആണിൽ നിന്ന് ഒരു പെണ്ണിലേക്കുള്ള ഒരു ദൂരം പോലെ തന്നെ എന്റെ ലൈഫ് ജേണി നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്നിപ്പോ ഈ ഒരു ഇതില് നിൽക്കുന്നത് എന്നുള്ളത്. മുകളിലത്തെ പണി തീർന്നോ സാർ? താഴത്തെ പണിയും തീർന്നു. അത് കണ്ണ് തള്ളിയിരിക്കണ അറിയാം. സ്ട്രഗിളിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് പെയിൻ ഉണ്ട്, അതിൽ ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് കണ്ണീരുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ലൈഫിലേക്ക്, ഒരു ട്രാൻസ് ലൈഫിലേക്ക് എത്തുന്നത് തന്നെ. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? ഞാനിപ്പോ ഒരു സർജറി ചെയ്തു, അല്ലെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലും സർജറി ചെയ്തോട്ടെ, എന്തിനാണ് അതിനെ കുറിച്ച് ഇത്രത്തോളം വറി ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിതിരി ദണ്ണുണ്ട്, എന്റെ സാധനം കരിഞ്ഞുപോയി. അതിനു മുമ്പ് ഞാൻ പറഞ്ഞൊരു സംഭവം, ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും അത് ഭയങ്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗർഭാണോ? ദൈവമേ, അവൻ വന്ന ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും. പ്രേക്ഷകരെ നോക്കൂ, അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ഇവരൊക്കെ അക്കൗണ്ടിൽ എന്റെ ഒരു വീഡിയോസ് വരുമ്പോൾ എനിക്ക് അത്രത്തോളം പ്രൊമോഷൻ അല്ലേ. ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലേ. അപ്പൊ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന മുഴുവൻ അമ്മ മറക്കുകയാണ്. ഇപ്പൊ തിരിച്ചാണ് കല്യാണം കഴിക്കാതിരുന്നത് നന്നായി. വേറൊരു ട്രാൻസ് പെൺകുട്ടി ഉണ്ടായിരുന്നു, കണ്ണാടി ഇതുവരെ നോക്കാൻ പാടുള്ളൂ, താഴത്തേക്ക് നോക്കാൻ പാടില്ല എന്ന്. എന്റെ വീട്ടിലെ കണ്ണാടി വലിയ കണ്ണാടിയാ, ഫുള്ളായിട്ട് കാണും. റോസിക്ക് സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് ഇങ്ങോട്ടെങ്കിലും പൊക്കോളൂ. എന്റെ സർജറിയുടെ എന്താ പറയാ പ്രൂഫ് കാണിക്കുന്നൊക്കെ ചില കാര്യം പറഞ്ഞു, എന്നാലും ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാണിച്ചു തരാം. അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. സുഗുണം പോകരുത്. പിന്നെ കുഴപ്പം കേൾക്കുന്നത് ജാസി ഇനി പെണ്ണുങ്ങളെ ബാത്റൂമിലാണ് കയറി. എന്തൊക്കെ ചോദ്യങ്ങളാണ്. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. ജാസി ജാസി സർജറി ചെയ്തത് ഞങ്ങൾ കാണണം. അത് ഞാൻ കാണിച്ചു കൊടുത്തു. ആണല്ലോ. എനിക്കിതിന് വന്നു കഴിഞ്ഞാൽ എനിക്ക് അന്വേഷിക്കാൻ എത്ര ഏട്ടന്മാരാ, എത്ര ചേച്ചിമാരാ, എത്ര അനിയന്മാരാ, എത്ര അനിയത്തികളാ. ഓ, എനിക്ക് സന്തോഷായി. എനിക്ക് ഇനി മരിച്ചാലും വേണ്ടിയില്ല. അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ